ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി. തീർത്ഥാടക ലക്ഷ്യങ്ങൾ മിനായിലെത്തി. നാളെയാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം. ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ച് തീർത്ഥാടക ലക്ഷങ്ങൾ തമ്പുകളുടെ നഗരമായ മീനായിൽ സംഗമിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരിൽ ഭൂരിഭാഗവും മീനായിലെത്തി. ഇന്ന് മീനായിൽ താമസിക്കുക എന്നതാണ് ഹജ്ജിന്റെ ആദ്യത്തെ കർമ്മം. നാളത്തെ അറഫ സംഗമത്തിനായുള്ള തയ്യാറെടുപ്പായാണ് യൗമു തർവിയ എന്ന ഈ ദിനം അറിയപ്പെടുന്നത്. തമ്പുകളിൽ ആരാധനാ കർമ്മങ്ങളുമായി കഴിയുകയാണ് തീർത്ഥാടകർ. വിശ്വാസി ലക്ഷങ്ങൾ മീനായിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ഇനി എത്ര വർഷം വന്നാലും ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള സന്നാഹങ്ങളാണ് സൗദി ഗവൺമെന്റ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എല്ലാ വിശ്വാസികളും ഒരേ യൂണിഫോം ധരിച്ചുകൊണ്ട് ഒരേ മന്ത്രധ്വനികൾ ഉരുവിട്ടുകൊണ്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു നാഥ എന്ന് വിളിച്ചു പറഞ്ഞ് ജനലക്ഷങ്ങൾ അവിടെ സംഗമിക്കുകയാണ്. നാളെയാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം. നാളെ പകൽ അറഫയിലും രാത്രി മുസ്ദലിഫയിലും വെള്ളിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ മിനായിലുമായിരിക്കും തീർത്ഥാടകർ. 15 ലക്ഷത്തോളം വരുന്ന വിദേശ തീർത്ഥാടകർ ഹജ്ജിനെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും 1,32,000 തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. കേരളത്തിൽ നിന്നും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി മാത്രം 16,000 തീർത്ഥാടകർ ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഇന്ന് രാത്രി മുതൽ തന്നെ നീങ്ങി തുടങ്ങും. നാളെ രാത്രി മുസ്ദലിഫയിൽ താമസിച്ച് മറ്റന്നാൾ രാവിലെ തീർത്ഥാടകർ മീനായിൽ തന്നെ തിരിച്ചെത്തും. മീനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.